നമസ്കാരം. ശ്രേഷ്ഠ ഭാരതം പൈതൃക ഭാരതത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഒപ്പം ആചാര്യസഭയ്ക്കും സ്വാഗതം. ശ്രേഷ്ഠ ഭാരതം പൈതൃക ഭാരതത്തിന്റെ 4ാം ഘട്ട മത്സരങ്ങളാണ് ഈ വേദിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. രൂപത്തിലും ഭാവത്തിലും പുത്തൻ ദൃശ്യാനുഭവം തന്നെയാണ് ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഈ ഒരു ഘട്ടത്തിൽ 2 റൗണ്ടുകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്: സംവാദം, കഥാപാത്ര ഭാവ അവതരണം. അപ്പൊ നമുക്ക് ആരംഭിക്കാം. വജ്രവ്യൂഹം. ശ്രേഷ്ഠ ഭാരതം പൈതൃക ഭാരതത്തിലെ വജ്രവ്യൂഹം തുടങ്ങാൻ പോവാണ്. അപ്പൊ നമുക്ക് ആദ്യം കുട്ടികളെ സ്വാഗതം ചെയ്യാം. ആദ്യമായി സ്വാഗതം ചെയ്യുന്നു ശബരിഗിരി സീനിയർ സെക്കൻഡറി സ്കൂൾ, പുനലൂർ. ഇനി നമുക്ക് സ്വാഗതം ചെയ്യാനുള്ളത് ഭവൻസ് വിദ്യാമന്ദിർ, മഞ്ഞപ്ര. അങ്ങനെ 4 പേരും റെഡി ആയിട്ട് നിപ്പുണ്ട്. ഒന്ന് പരിചയപ്പെട്ട് തുടങ്ങാം. പേര് ആര്യ, 9th ദേവനന്ദ, 8th. ഓക്കെ, 2 പേരും ഡിബേറ്റിനാണെങ്കിൽ ഒരുമിച്ച് മാത്രം വരുന്ന ക്വിസിനായാലും അല്ലേ? അവരൊരു ടീമാണ്, ശക്തികൾ ഒരുമിച്ച് ചേർന്ന്. അപ്പൊ ഇവിടെ ചിന്മയ 6th, നിരഞ്ജന 7th. ചിന്മയ പിന്നെ നമുക്ക് അറിയാം, ഭയങ്കര ഫേമസ് ആണ്, ഇവിടുത്തെ ഒരു ലിറ്റിൽ സൂപ്പർ സ്റ്റാർ ആണ്, അതുകൊണ്ട് എല്ലാവർക്കും അറിയാം. ഇത് പുതിയൊരാളാണ് അല്ലേ? ഈ ഒരു വേദിയിൽ ആദ്യമായിട്ടാണ്. ഓക്കെ, എന്തുകൊണ്ടാ ഡിബേറ്റ് തന്നെ തെരഞ്ഞെടുത്ത്? ഇഷ്ടമാണോ? ഡിബേറ്റ് ഇഷ്ടമാണ്. അപ്പം മേഡം വിളിച്ചപ്പം അതായിട്ട് ഇൻഫ്ലുവൻസ് ആയി വന്നതാണ്. ആണല്ലേ? മുമ്പ് എങ്ങനെ ഇതുപോലത്തെ കോമ്പറ്റീഷൻസിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടോ? കുട്ടിപ്പട്ടാളത്തിന് കൊച്ചില് പോയിട്ടുണ്ട്. കൊച്ചിലെ? ഇപ്പൊ പിന്നെ വളർന്ന് പന്തലിച്ചു പോയല്ലോ. കൊച്ചിലെ, തീരെ കൊച്ചിലെ. എത്ര ക്ലാസ്സിൽ പഠിക്കുമ്പോ? ഒരു 3-4 വയസ്സ്. 3-4 വയസ്സുള്ള? ഓ, അപ്പൊ ശരിയാവും. കൊച്ചിലെ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ലായിരുന്നു. ഓക്കെ, അപ്പൊ എന്തായാലും നിങ്ങൾക്ക് വിഷയത്തിനെ കുറിച്ച് അറിയായിരിക്കുമല്ലോ. എന്താണ് ഇന്നത്തെ വിഷയം? ധർമ്മയുദ്ധം, ധർമ്മനിഷേധത്തിന്റെയോ? നല്ല ഉറക്കൊന്ന് സ്മാർട്ടായിട്ട് പറഞ്ഞ കേൾക്കാം. ധർമ്മയുദ്ധം ധർമ്മനിഷേധങ്ങളുടേതോ, മഹാഭാരത യുദ്ധം അധാർമികമായ യുദ്ധതന്ത്രങ്ങളുടേതോ? ഇതാണ് ഇന്നത്തെ നമ്മുടെ വിഷയം. ആര് അനുകൂലിച്ച് പറയണം, ആര് പ്രതികൂലിച്ച് പറയണം എന്ന് തീരുമാനിക്കുന്നത് നമ്മുടെ സ്വാമിജിയാണ്. അതും അദ്ദേഹത്തിന്റെ മുമ്പിലിരിക്കുന്ന ബൗളിലിരിക്കുന്ന 2 ചിറ്റുകളിൽ നിന്നും സെലക്ട് ചെയ്തിട്ട്, ആദ്യം എടുക്കുന്ന ചിറ്റിൽ ആരുടെ പേരാണോ ഉള്ളത്, ഏത് സ്കൂളിന്റെ പേരാണോ ഉള്ളത്, അവർ അനുകൂലിച്ച് സംസാരിക്കുകയും മറ്റേ ടീം പ്രതികൂലിച്ച് സംസാരിക്കുകയും വേണം. എല്ലാം ക്ലിയർ അല്ലേ? അപ്പൊ നമുക്ക് ചോദിച്ചാലോ, ആരാണെന്ന്? സ്വാമിജി, ആരാണ് അനുകൂലിച്ച് ഇന്ന് സംസാരിക്കേണ്ടത്? ഭവൻസ് വിദ്യാമന്ദിർ, മണ്ണപ്രയാണ് അനുകൂലിച്ച് സംസാരിക്കേണ്ടവർ. ഓക്കെ, ഭവൻസിനാണ് അനുകൂലിച്ച് പറയാനുള്ള അവസരം കിട്ടിയിരിക്കുന്നത്. അടുത്തത് ശബരിഗിരി. ശബരിഗിരി പ്രതികൂലിച്ചും സംസാരിക്കണം. അപ്പൊ ലക്ഷ്മി ടീച്ചറെ, വെൽക്കം. ടീച്ചറെ, ശരിക്കും പറഞ്ഞാൽ സൂക്ഷിക്കേണ്ട, പുതിയ ആളെ മാത്രം എനിക്കറിയില്ല, ബാക്കി 3 പേർ അത്യാവശ്യം സൂക്ഷിക്കേണ്ട ആൾക്കാരാണ്. നല്ല വാശിയിൽ മത്സരിക്കുന്ന ആൾക്കാരാണ്. ടീച്ചർക്ക് ചിലപ്പോൾ ഒരു ഞാൻ കാണുന്നു. ഞാനിടയിൽ പെട്ടുപോകുമോ? അങ്ങനെ വന്നു കഴിഞ്ഞാൽ വേണ്ടി വന്നാൽ ഞാൻ രക്ഷിക്കാൻ ഓടി വരാം ടീച്ചർ. പക്ഷെ എന്തായാലും ഇപ്പൊ തൽക്കാലം ഞാൻ ടീച്ചറെ ഏൽപ്പിക്കാണ്. കുട്ടികൾ, ഓൾ ദി ബെസ്റ്റ്. നമസ്കാരം. 4 ധീരവനിതകളോടാണ് അല്ലേ പരസ്പരം മത്സരിക്കുന്നത്. നന്നായി. ഇങ്ങനെ ഒരു വിഷയം സംസാരിക്കാൻ നിങ്ങളെപ്പോലുള്ള മിടുക്കികളായ പെൺകുട്ടികൾ ഉണ്ടായി വരണം. കാരണം മഹാഭാരതത്തിന്റെ ചർച്ചകളിലുടനീളം നാം കേൾക്കുന്നതാണ്, യുദ്ധം ധർമ്മയുദ്ധമായിരുന്നു. ധർമ്മത്തിന് വേണ്ടിയാണ് യുദ്ധം ഉണ്ടായത്. കൃഷ്ണൻ ഉണ്ടായിരുന്നു യുദ്ധത്തിൽ. പക്ഷേ എവിടെയൊക്കെയോ യുദ്ധ നിയമങ്ങൾ ലംഘിക്കപ്പെട്ടിരിക്കുന്നു, യുദ്ധത്തിലെ നീതി നിഷേധിക്കപ്പെട്ടിരിക്കുന്നു എന്നൊക്കെയുള്ള ചർച്ചകൾ പൊതുസമൂഹത്തിൽ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ഈ പുതിയ തലമുറ മഹാഭാരത യുദ്ധത്തെ സ്വതന്ത്രമായി വിശകലനം ചെയ്തുകൊണ്ട് ഇതിഹാസപക്ഷം എന്താണ് എന്ന് സാധിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ വജ്രവ്യൂഹം ആരംഭിക്കാം. ധർമ്മയുദ്ധം ധർമ്മനിഷേധങ്ങളുടേതോ, മഹാഭാരത യുദ്ധത്തിൽ എവിടെയൊക്കെയോ നീതി നിഷേധിക്കപ്പെട്ടിട്ടുണ്ടോ? ഇതാണ് വിഷയം. നമ്മളുടെ സമയം ആരംഭിക്കുന്നു. യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാന അധർമ്മസ്യ തഥാ ജ്ഞാനം സൃജാജ്ഞം പരിത്രാണേയ സാധൂനാം
വിനാശായ ച ദുഷ്കൃത ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ എന്ന് ശ്രീകൃഷ്ണ ഭഗവാൻ ഭഗവത്ഗീതയിൽ 4ാം അധ്യായത്തിൽ, അതായത് ജ്ഞാനകർമ്മ സന്യാസ യോഗത്തിൽ 7-ാമത്തെയും 8-ാമത്തെയും ശ്ലോകങ്ങളായിട്ട് സൂചിപ്പിക്കുന്നു. ഇതിൽ 7-ാമത്തെ ശ്ലോകത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നത് എവിടെയാണോ അധർമ്മം ഉയരുന്നത്, എവിടെയാണോ ധർമ്മം താഴുന്നത്, എവിടെയാണോ ധർമ്മത്തിന് ഗ്ലാനി സംഭവിക്കുന്നത് അവിടെ ഞാൻ അവതരിക്കുന്നതാണ്. 8-ാമത്തെ ശ്ലോകത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നത് ദുഷ്ടരെ ശിക്ഷിക്കുകയും ശിഷ്ടരെ രക്ഷിക്കുകയും ചെയ്യാനും ധർമ്മ പുനഃസ്ഥാപനത്തിനും വേണ്ടി ഞാൻ യുഗാന്തരങ്ങൾ അവതരിക്കുന്നതാണ്. ഇത്രയും ഈ ഒരു 2 ശ്ലോകങ്ങൾ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നതാണ് മഹാഭാരത യുദ്ധത്തിൽ ഭഗവാൻ പല മായകളും കാണിച്ചിട്ടുണ്ട്. എന്നാൽ അതെല്ലാം ഒരു നല്ല ലക്ഷ്യത്തിന് വേണ്ടിയാണ്, ധർമ്മ പുനഃസ്ഥാപനം. അവിടെ അധർമ്മം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ പല രീതിയിലും ധർമ്മ പുനഃസ്ഥാപനത്തിന് വേണ്ടി മായ കാണിക്കുന്നത്. പക്ഷേ ധർമ്മ പുനഃസ്ഥാപനത്തിന് വേണ്ടി അധർമ്മം പ്രവർത്തിക്കേണ്ടതിന്റെ യാതൊരു ആവശ്യകതയും ഇല്ല. ഇവിടെ പല സ്ഥലങ്ങളിലും നമുക്ക് അധർമ്മം പ്രവർത്തിച്ചതായി കാണാൻ സാധിക്കും. ഭീഷ്മരെ വധിച്ചത്, ഭീഷ്മരുടെ പതനത്തിന് കാരണമായത്, ദ്രോണരെ വധിച്ചത് എല്ലാം അധർമ്മത്താലായിരുന്നു. എങ്ങനെയായിരുന്നു അവിടെ അധർമ്മം ഉണ്ടായത്? വ്യക്തമായി സംസാരിക്കൂ. ഭീഷ്മരുടെ പതനത്തിനായി ശിഖണ്ഡിയെ മുന്നിൽ നിന്നുകൊണ്ടാണ് നിർത്തിക്കൊണ്ടാണ് അർജുനൻ അമ്പെയ്തത്. അപ്പോൾ അത് തികച്ചും അധർമ്മമാണ്. ഭീഷ്മർ ഒരു ശിഖണ്ഡിയോട് യുദ്ധം ചെയ്യുകയില്ല. അതുപോലെ ദ്രോണരുടെ കാര്യം പറയുമ്പോൾ അശ്വത്ഥാമ ഹത കുഞ്ചരഹ എന്ന് യുധിഷ്ഠിരനെ കൊണ്ട് കളവ് പറയിപ്പിച്ച ശേഷം ആയുധം താഴെ വെപ്പിച്ചതിന് ശേഷമാണ് ദ്രോണരെ വധിക്കുന്നത്. തീർച്ചയായും അധർമ്മമാണ്. അത്തരമൊരു വ്യാജം നടന്നിട്ടുണ്ടോ യുദ്ധത്തിൽ? ഇല്ല, സത്യത്തിൽ അശ്വത്ഥാമാവ് എന്നൊരു പേര് ഉള്ള ഒരു ആനയെ ഭീമൻ വധിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അവിടെ അധർമ്മം നടന്നിട്ടില്ല. വേറൊരു രീതിയിൽ നോക്കിയാൽ ദ്രോണറുടെ ഭാഗത്താണ് തെറ്റ്. ഒരു ക്ഷത്രിയൻ എന്ന നിലയിൽ ക്ഷത്രിയരുടെ കഴിവിൽ പ്രത്യേകമായിട്ട് വരുന്നതാണ് കേൾവിശക്തി. ദ്രോണ കേൾക്കാത്തതിന്റെ കുഴപ്പം. എന്ത് തന്നെയായാലും ദ്രോണർ ആയുധം താഴെ വെച്ചതിന് ശേഷമാണ് ദ്രോണരുടെ കണ്ഠം ഛേദിച്ചത്. അത് തീർച്ചയായും യുദ്ധത്തിന് നിൽക്കാത്ത പ്രവൃത്തിയാണ്. ഈ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് 2 പക്ഷക്കാരും കൂടി ചേർന്ന് പലതരത്തിലുള്ള നിയമങ്ങളും ഉണ്ടാക്കിയിരുന്നു. അതിലൊരു നിയമമായിരുന്നു ആയുധം താഴെ വെച്ചവനെ ഉപദ്രവിക്കുകയില്ല എന്നുള്ളത്. ഇവിടെ ദ്രോണർ ആയുധം താഴെ വെച്ചതിന് ശേഷമാണ് ധൃഷ്ടദ്യുമ്നൻ യുദ്ധത്തിൽ ആദ്യമൊക്കെ അവർ നിയമം പാലിക്കുന്നുണ്ടെങ്കിലും പിന്നെ അവർക്ക് ജയം തോൽവി അങ്ങനൊരു ജയം തോൽവി അങ്ങനെ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് അവർ ചെയ്യുന്നത്. ദ്രോണരുടെ കാര്യം പറയുമ്പോൾ അത് ദ്രോണരുടെ കുഴപ്പമാണ്. പിന്നെ ഇവിടെ ദൃഷ്ടദ്യുമ്നനാണ് കൊല്ലുന്നത്. ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെ പറയുന്നുണ്ട്, ഓരോ ആൾക്കാരും അവതരിക്കുന്നത് എന്തെങ്കിലും ഒരു അവതാര ലക്ഷ്യം കൊണ്ടാണ്. ഇവിടെ ദ്രുപദൻ തപസ് ചെയ്ത് ജനിച്ച പുത്രനാണ് ദൃഷ്ടദ്യുമ്നന്റെ അവതാര ലക്ഷ്യം തന്നെ ദ്രോണവധമായിരുന്നു. പിന്നെ വധിച്ച് തീരത്തുള്ളൂ. വധിക്കണം, പക്ഷേ അധർമ്മത്തിലൂടെ ആവരുത്. ധർമ്മത്തിലൂടെ യുദ്ധം ചെയ്ത് ജയിക്കാമായിരുന്നല്ലോ. അടുത്ത ആളിലേക്ക് വരൂ, കർണനിലേക്ക് കടക്കാം. നമുക്ക് കർണന്റെ രഥചക്രം ഭൂമിയിൽ താഴ്ന്നു പോയ സമയത്താണ് അർജുനൻ കർണനെ വധിക്കുന്നത്. അത് തീർച്ചയായും നമുക്ക് സമ്മതിച്ചു തരാൻ പറ്റില്ല. കാരണം അത് അധർമ്മം തന്നെയായിരുന്നു. നിങ്ങൾക്ക് കൃത്യമായ ഉത്തരം പറയാവുന്നതാണ്. അർജുന അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ, കാരണം ശ്രീകൃഷ്ണ ഭഗവാൻ അവിടെ പറഞ്ഞിട്ടുണ്ട് മറ്റൊരു അവസരം കിട്ടത്തില്ല. അർജുന അവിടെ ജീവിച്ചിരിക്കണം, അല്ലെങ്കിൽ മഹാഭാരതത്തിന്റെ കഥയാകെ മാറി മറിയായിരുന്നു. ഇപ്പോൾ അർജുനൻ ജീവിച്ചിരിപ്പില്ല, പകരം കർണനായിരുന്നു ജീവിച്ചിരുന്നതെങ്കിൽ ഈ കൗരവന്മാരോടുള്ള ഒരു അമിതമായ ഒരു ഭക്തി കാരണം ഒരിക്കലും പാണ്ഡവന്മാരെ കർണൻ അവരുടെ മൂത്ത അനുജനാണെങ്കിൽ ജീവനോടെ വെച്ചേക്കത്തില്ലായിരുന്നു. അതുകൊണ്ടാണ്. അതിനെങ്ങനെയാണ് നിങ്ങൾ മറുപടി പറയുന്നത്? തീർച്ചയായും അല്ല. കാരണം ധർമ്മത്തിന് വേണ്ടി അധർമ്മം പ്രവർത്തിക്കാൻ കഴിയുകയില്ല, ഉറപ്പായും കഴിയില്ല. ധർമ്മ ഏവ ഹതോന്തി ധർമ്മോ രക്ഷതി രക്ഷിത എന്നാണ്. ധർമ്മത്തെ ഹനിക്കുന്നവരെ ഹനിക്കുവാനും അതേപോലെ ധർമ്മത്തെ രക്ഷിക്കുന്നവരെ രക്ഷിക്കുവാനും ധർമ്മത്തിന് കഴിയും. അങ്ങനെയുള്ള ധർമ്മത്തെ രക്ഷിക്കുവാൻ വേണ്ടി അധർമ്മം പ്രവർത്തിക്കുക എന്നുള്ളത് യുക്തിക്ക് നിരക്കാത്ത കാര്യമാണ്. പറയാവുന്ന നല്ലൊരു ആശയമാണത്. ധർമ്മത്തിന് വേണ്ടി അധർമ്മം, അതാണോ വേണ്ടത്? ഒരു വാള് കൊണ്ട് ഓടി നിൽക്കുന്ന ആളെ നമുക്ക് പുഷ്പം കൊണ്ട് സ്വീകരിക്കാൻ കഴിയുന്നതല്ല. അതുപോലെ തന്നെ ഇവിടെ ഇവര് ഭയങ്കരമായിട്ട് അധർമ്മം കാണിച്ചിട്ടുണ്ടായിരുന്നു. ധർമ്മത്തിന് ഇപ്പോൾ അഗ്നിയുടെ ശക്തി കുറവാണെങ്കിൽ ജലത്തിന് അതിവേഗം നശിപ്പിക്കാൻ കഴിയും, അല്ലെങ്കിൽ നശിപ്പിക്കാൻ കഴിയുന്നതല്ല. അതുപോലെ തന്നെ ഇവിടെ അത് വലിയൊരു അധർമ്മത്തിന്റെ ശക്തിയായിരുന്നു. ധർമ്മത്തിന് ഇവിടെ കുറച്ച് ശക്തി മാത്രമേ ഉള്ളായിരുന്നു. ധർമ്മത്തിന് ശക്തി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അധർമ്മം പ്രവർത്തിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. ഒരു പുസ്തകത്തിന്റെ ചട്ടം മാറ്റിയെന്ന് വിചാരിച്ചാൽ ആ പുസ്തകം മാറുന്നില്ല. അത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. ധർമ്മത്തിന് വേണ്ടിയാണെങ്കിലും വേറെ ഒരു അധർമ്മത്തിന് വേണ്ടിയാണെങ്കിലും അധർമ്മം തന്നെയാണ്. അതിനെ ഒരിക്കലും ധർമ്മമായി കാണുവാൻ സാധിക്കില്ല. ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെ പറയുന്നുണ്ട്, ലക്ഷ്യമാണ് പ്രധാനം, മാർഗമല്ലെന്ന്. അതിലൂടെ നോക്കുമ്പോൾ ഇത് അവിടെ അധർമ്മം ഭഗവാൻ തന്നെ അധർമ്മം കാണിക്കുകയാണെങ്കിൽ ഇതൊരു നല്ല ലക്ഷ്യത്തിന് ധർമ്മം നിറഞ്ഞു നിൽക്കുന്ന ഒരു ലക്ഷ്യമാണെങ്കിൽ അവിടെ അധർമ്മം പ്രയോഗിക്കുന്നതിൽ കുഴപ്പമില്ല എന്ന്, അത് പാപമല്ലെന്ന് ഭഗവാൻ പറയുന്നുണ്ട്.
എന്ത് തന്നെയായാലും ഭീഷ്മരുടെ പതനശേഷം ആ യുദ്ധത്തിൽ കൂടുതലായി നടന്നത് ധർമ്മനിഷേധങ്ങളും അധാർമികമായ യുദ്ധതന്ത്രങ്ങളുമാണ്. 10-ാം ദിവസത്തിന് ശേഷം യുദ്ധത്തിൽ മുഴുവനായും ഉണ്ടായിരുന്നത്. കർണൻ, ജയദ്രഥൻ, ദുര്യോധനൻ മുതലായ എല്ലാവരുടെയും വധം നടന്നത് അധർമ്മത്തിലൂടെയാണ്. അഭിമന്യു, നിങ്ങൾക്ക് 30 സെക്കൻഡ് കൊണ്ട് നിങ്ങളുടെ ആശയം പറഞ്ഞ് കൺക്ലൂഡ് ചെയ്യാം. അഭിമന്യു യുദ്ധം ചെയ്തിട്ടുണ്ടെങ്കിലും ഇപ്പം ജയദ്രഥനല്ല വധിച്ചെങ്കിൽ ശ്രീകൃഷ്ണൻ വിധിയാണ് അത്. അവിടെ അധർമ്മമല്ല നടക്കാതെ വിധിയാണ്, ഓരോരുത്തരുടെയും വിധിയാണ്. അഭിമന്യുവിന്റെ മരണം ആ ഒരു യുദ്ധത്തിലായിരുന്നു, അത് വിധിയാണ്. അഭിമന്യു സുഭദ്രയുടെ വയറ്റിൽ കിടക്കുമ്പോൾ തന്നെ ഈ ചക്രവ്യൂഹമൊക്കെ ഭേദിക്കാനായിട്ട് പഠിച്ചിരുന്നു. ശ്രീകൃഷ്ണ ഭഗവാൻ ബാക്കി കൂടി പറഞ്ഞു കൊടുക്കാനത് ആ വിധിയെ മാറ്റുന്നതാണ്. വിധിയുടെ ചക്രം മാറ്റുന്നത് തന്നെ പറയുന്നത് സ്വന്തം കാലിന് കൊടുവാള് കൊണ്ട് ഉടയ്ക്കുന്നതാണെന്ന് ചാണക്യൻ തന്നെ പറയുന്നുണ്ട്. അതുകൊണ്ട് ഇത് ധർമ്മയുദ്ധം തന്നെയാണ്. നിങ്ങളുടെ സ്ട്രോങ് പോയിന്റ്സ് പറഞ്ഞ് കൺക്ലൂഡ് ചെയ്യാം. ഇവിടെ കൂടുതലായി നടന്ന അധർമ്മമാണ്. ഭീഷ്മർ, ദ്രോണർ, കർണൻ, ജയദ്രഥൻ, ദുര്യോധനൻ, അതുപോലെ പാഞ്ചാലി പുത്രന്മാർ രാത്രി യുദ്ധം നടന്നിരുന്നു ഒരു പ്രാവശ്യം. അതും ധർമ്മത്തിന് നിരക്കാത്തതാണ്. അവർ അതിനു മുൻപേ തന്നെ ഉറപ്പിച്ചൊരു കാര്യമാണ്, രാത്രി ഇവർ പരസ്പര വൈരമെല്ലാം വെടിഞ്ഞ് സുഹൃത്തുക്കളെ പോലെ ആകുമെന്ന്. ഇവിടെ രാത്രി യുദ്ധം നടത്തുക എന്ന് പറയുമ്പോൾ അത് തികച്ചും ധർമ്മത്തിന് നിരക്കാത്ത ഒരു പ്രവൃത്തിയാണ്. അപ്പോൾ അവിടെ നടന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും, ഒരുവിധം എല്ലാ കാര്യങ്ങളും ധർമ്മ നിഷേധങ്ങളും അതുപോലെ തന്നെ അധാർമികമായ യുദ്ധതന്ത്രങ്ങളായിരുന്നു അവിടെ കൂടുതലായി ഉണ്ടായിരുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ പോയിന്റ് പറഞ്ഞ് കൺക്ലൂഡ് ചെയ്യാം. സുഹൃത്തെ, താങ്കൾ പറഞ്ഞ പോലെ പാഞ്ചാലി പുത്രന്മാർ മരണപ്പെട്ടു. അത് അശ്വത്ഥാമാവ് ആണെന്ന് നമുക്ക് ഒരിക്കലും സ്ഥിരീകരിക്കാൻ പറ്റുന്നില്ല. കാരണം യുധിഷ്ഠിരൻ ഇങ്ങനെ അശ്വത്ഥാമാവ് കൊന്നതെന്ന് പറഞ്ഞപ്പോൾ ഭഗവാൻ പറയുന്നുണ്ട് രുദ്രനാണ് അവിടെ കൊന്നത്. അശ്വത്ഥാമാവ് രുദ്രനെ പ്രീതിപ്പെടുത്തപ്പോൾ രുദ്രനാണ് കൊന്നത്, അശ്വത്ഥാമാവല്ല. ദുര്യോധനന്റെ കാര്യത്തിലേക്ക് പോവുകയാണെങ്കിൽ ദുര്യോധനന്റെ തൊട ഭീമൻ അടിച്ചു പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ അത് ഭാര്യയോടുള്ള അത്ര സ്നേഹവും ശപഥവും പിന്നെ ആ ഒരു പ്രതികാരം പകയാണ് അവിടെ നടക്കുന്നത്. അവിടെ ഒരു ശപഥം വെച്ചിട്ടുണ്ട്. ഭീമൻ ചൂതുകളിയുടെ അന്ന് ഞാൻ നിന്റെ തൊട തല്ലി പൊളിക്കുന്നു പറഞ്ഞായിരുന്നു. അത് തന്നെയാണ് അവിടെ സംഭവിച്ചത്. പകയാകരുത് ധർമ്മത്തിന്റെ അടിസ്ഥാനം. ശപഥം നന്നായി, വളരെ നന്നായി. നിങ്ങൾ ഏതാണ്ട് നിങ്ങൾക്ക് പറയാനുള്ള നിഷേധങ്ങളെ മുഴുവൻ സൂചിപ്പിച്ചു. ആ നിഷേധങ്ങളെ മുഴുവൻ നിങ്ങൾക്ക് ശക്തമായ ഭാഷയിൽ എതിർക്കാനും സാധിച്ചു. വളരെ നല്ല സംവാദമായിരുന്നു. നമുക്ക് വെറുതെ വിളിക്കാം, ഇതിനൊരു തീർപ്പ് കൽപ്പിക്കണമല്ലോ. ഈ കൊച്ചിന്റെ ഉണ്ടല്ലോ വളരെ ശക്തമായ വഴിയിലെ എന്തൊക്കെയാ അതിന് ലോകയുക്തികൾ പറഞ്ഞത്. വളരെ ഗംഭീര. ദ്രോണർക്ക് ചെവി കേൾക്കില്ലായിരുന്നു. ഒരു ക്ഷത്രിയൻ ഏറ്റവും നന്നായി ചെവി കേൾക്കണമായിരുന്നു. അത് കേൾക്കാതെ പോയതാണ് ദ്രോണരുടെ കുഴപ്പം. ഗംഭീരമായിരുന്നു രണ്ടുപേരും. കഴിഞ്ഞിട്ടില്ല സംസാരം. അതെ, കലി അടങ്ങിയിട്ടില്ല. അതാണ് സംവാദക്കലി അടങ്ങാത്ത രണ്ട് വിഭാഗങ്ങളായി പോയി. ഓക്കെ, എന്തായാലും താങ്ക് യു ടീച്ചർ. ഞാൻ പറഞ്ഞ പോലെ തന്നെ സംഭവിച്ചല്ലോ. എനിക്ക് സന്തോഷമുണ്ട്. എന്തായാലും താങ്ക് യു സോ മച്ച്. അങ്ങനെ അടിപൊളിയായിട്ട് കഴിഞ്ഞു അല്ലേ? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? നന്നായിട്ട് എല്ലാ പോയിന്റ്സും പറഞ്ഞാ? കുറച്ച് കാര്യങ്ങളും കൂടി പറയാനുണ്ടായിരുന്നു. കുറച്ച് കാര്യങ്ങളോ പറയാനുണ്ടായിരുന്നു. ഇവിടെയോ എല്ലാം പറഞ്ഞോ? എല്ലാം പറഞ്ഞു. അപ്പൊ എന്തായാലും നമുക്ക് കമന്റ്സ് ചോദിക്കാം. സ്വാമിജി, രണ്ടു കൂട്ടരും ഇവിടെ നന്നായി വാദിച്ചിട്ടുണ്ട്. അവരുടെ ഭാഗങ്ങൾ സമർത്ഥിക്കാൻ ശ്രമിച്ചു. എന്നാലും ശബരിഗിരിയുടെ കൊച്ചുമോള് കുറച്ചുകൂടി യുക്തി അതിലെ കുറച്ച് കൂടുതൽ ഉപയോഗിച്ചതായിട്ട് തോന്നുന്നുണ്ട്. എന്തായാലും ശക്തമായ വാദപ്രതിവാദങ്ങൾ തന്നെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നത്. ഇവിടെ മനസ്സിലാക്കാനുള്ളൊരു കാര്യം, യുദ്ധം ഉണ്ടാകുന്നത് എപ്പോഴും അധർമ്മം എവിടെയാണോ ഉള്ളത് അവിടെ നിന്നായിരിക്കും അതിൻ്റെ യുദ്ധത്തിനുള്ള തുടക്കം ഉണ്ടാകുന്നത്. അപ്പോൾ കൗരവന്മാരുടെ പക്ഷത്ത് നിന്നാണ് അതിൻ്റെ തുടക്കം എന്ന് വേണമെങ്കിൽ പറയാം. ഭീമനെ കൊല്ലുന്നത് മുതൽ, വിഷം കൊടുത്ത് കൊല്ലുന്നത്, കയത്തിൽ താഴ്ത്തുന്നത്, അരക്കില്ലം ചുട്ട് നശിപ്പിക്കാൻ ശ്രമിക്കുന്നത്, അതുപോലെ തന്നെ പാഞ്ചാലി വസ്ത്രാക്ഷേപം, കള്ളച്ചൂതുകളി. ചൂതുകളി തന്നെ ഒരു വിധത്തിലൊരു യുദ്ധമാണ്, ബുദ്ധിപരമായ യുദ്ധമായിരുന്നത്. അത് കള്ളച്ചൂതുകളിയിലൂടെ രാജ്യം മുഴുവൻ കവർന്നെടുത്ത് തരാമെന്ന് ശകുനി പറയുന്നുണ്ട്. അതിന് ദുര്യോധനൻ കൂട്ടു നിൽക്കുകയാണ് ചെയ്തത്. അപ്പോൾ കള്ളച്ചൂതുകളി കളിക്കാൻ തയ്യാറായിട്ട് നിൽക്കുന്ന ആളോട് ധർമ്മത്തിൻ്റെ കളി കളിച്ചാൽ ജയിക്കില്ല എന്നുള്ളതിൻ്റെ തെളിവായിരുന്നു ധർമ്മപുത്രരും അതുപോലെ ശകുനിയും തമ്മിലുള്ള ചൂതുകളി. അവിടെ അധർമ്മപക്ഷത്ത് നിന്നുകൊണ്ട് യുദ്ധം ചെയ്യുന്നവരെ ധർമ്മപക്ഷത്തു നിന്നും ധർമ്മത്തിൻ്റെ പേരിൽ യുദ്ധം ചെയ്താൽ ഒരിക്കലും വിജയിക്കാൻ പോകുന്നില്ല. ഇത് ഭീഷ്മർക്കും ദ്രോണർക്കും ശല്യർക്കും എല്ലാം അറിയായിരുന്നു. അതുകൊണ്ട് അവർക്കും അറിയായിരുന്നു ധർമ്മപക്ഷം എന്നുള്ളത് പാണ്ഡവരുടെ പക്ഷത്താണെന്ന് ഉറപ്പിച്ചു വിശ്വസിച്ചവരാണ്. മാത്രമല്ല ശത്രുപക്ഷത്ത് നിന്നുകൊണ്ട് അവർ തന്നെ അവരെ എങ്ങനെ കൊല്ലണമെന്ന് പറഞ്ഞു കൊടുത്ത അവർ തന്നെയാണ്. ഭീഷ്മരെ എങ്ങനെ കൊല്ലണമെന്ന് പറഞ്ഞത് അവസാനം പറഞ്ഞു കൊടുക്കുന്ന ഭീഷ്മർ തന്നെയാണ്. രഹസ്യം പറഞ്ഞു കൊടുക്കാൻ പാടുണ്ടോ? ദ്രോണർ പറഞ്ഞു കൊടുത്ത് ദ്രോണനും പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതേ രഹസ്യം തന്നെ.
എന്നിട്ട് പറയുന്നുണ്ട്, ഞങ്ങൾ ഇവരുടെ അന്നം തിന്നുപോയതുകൊണ്ടാണ്, ഇവരുടെ അർത്ഥദാസന്മാരായതുകൊണ്ടാണ് ഞങ്ങൾക്കിത് പ്രവർത്തിക്കേണ്ടി വരും, നിവൃത്തിയില്ലാതെ പ്രവർത്തിക്കുകയാണെന്നാണ് പറഞ്ഞത്. ശല്യരാണെങ്കിൽ ശല്യരെ കുടുക്കിയതാണ്, പ്രലോഭനങ്ങൾ കൊടുത്ത് കുടുക്കിയതാണ്. അപ്പോൾ ഇവിടെ എല്ലാവരും നോക്കിയാൽ കൗരവപക്ഷത്ത് നിൽക്കുന്ന മഹാരഥന്മാരെല്ലാം അവരുടെ മനസ്സുകൊണ്ട് പാണ്ഡവപക്ഷത്തായിരുന്നു എന്നുള്ളത് സ്പഷ്ടമാണ്. അവർ ജയിക്കണമെന്ന് ആഗ്രഹിച്ചവരും അനുഗ്രഹിച്ചവരുമാണ്. മഹാഭാരത യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് ഭീഷ്മരും അനുഗ്രഹിക്കുന്നുണ്ട്, ദ്രോണരും അനുഗ്രഹിക്കുന്നുണ്ട്, ശല്യരും അനുഗ്രഹിക്കുന്നുണ്ട്, ഇവരെല്ലാം അനുഗ്രഹിക്കുന്നുണ്ട്. കൃഷ്ണന് വേണമെങ്കിൽ ആയുധമെടുത്ത് അവരോട് അടരാടാൻ സാധിക്കുമായിരുന്നു. കൃഷ്ണൻ പല യുദ്ധങ്ങളും ചെയ്തിട്ടുള്ള ആളാണ്. കൃഷ്ണൻ കയ്യിൽ ആയുധം എടുത്തു കഴിഞ്ഞാൽ അവർക്ക് എത്ര കോടി അക്ഷൗണിപ്പട വന്നാലും ജയിക്കാൻ സാധിക്കില്ല എന്നുള്ളത് ഉറപ്പുള്ള അത്രയും കോൺഫിഡൻസ് ഉള്ള ആളാണ് കൃഷ്ണൻ. ആ കൃഷ്ണൻ ആയുധം എടുക്കാമെന്ന് നിഷ്പക്ഷമായിട്ടുള്ള വിധി കൽപ്പിക്കാനാണ്. അവർക്കുള്ള കർമ്മഫലങ്ങളെ ചൂണ്ടിക്കാട്ടി അതേ തന്ത്രത്തിൽ അവരെ ഇല്ലാതെയാക്കിയെങ്കിൽ മാത്രമേ ധർമ്മം നിലനിൽക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഭഗവാൻ ആ പക്ഷത്ത് നിന്നുകൊണ്ട് അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുത്തത്. അതനുസരിക്കുക മാത്രമേ അവർ ചെയ്തിട്ടുള്ളൂ, പാണ്ഡവരെ അനുസരിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. പക്ഷേ യുദ്ധതന്ത്രം എന്നുള്ള നിലയിൽ മാത്രമേ ധർമ്മത്തിന് ജയിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഭീഷ്മരും ദ്രോണരും ഒക്കെ തങ്ങളെ എങ്ങനെ വധിക്കണമെന്നുള്ള കാര്യം രഹസ്യം പറഞ്ഞു കൊടുക്കുന്നത്. നമസ്വായ, നിങ്ങൾ രണ്ടുപേരും നന്നായിട്ട് വാദിച്ചിട്ടുണ്ട്. നമസ്വായ. നന്ദി സ്വാമിജി. സർ, രണ്ട് ടീമുകളും വളരെ ഭംഗിയായിട്ട് വാദിച്ചു. രണ്ട് ടീമിനും അഭിനന്ദനങ്ങൾ. ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ ശ്രദ്ധാർഹമായി ഞാൻ ഈ മഹാഭാരത യുദ്ധം നടന്ന കുരുക്ഷേത്ര ഭൂമിയിൽ പോയി. ഒരു 4.5 ഏക്കറുള്ള ഒരു വസ്തുവാണ് അവിടെ ഒരു കൃഷിയും ഇപ്പോൾ നടക്കത്തില്ല, ഒരു മണ്ണിൽ നിന്നൊന്നും വിളയുന്നില്ല. അവിടെ അർജുനനെയും കൊണ്ട് ഭഗവാൻ കൃഷ്ണൻ വന്നു നിന്ന് ഭഗവത്ഗീത ഓതിയ ആ സ്ഥലത്ത് ഞാൻ പോയി നിന്നു. അവിടെ കാണിച്ചിട്ടുണ്ട് ഇവിടെയാണ് നിൽക്കുന്നതെന്ന്. അന്ന് രാത്രിയിൽ ഒരു പൂജ, മഹാഭാരത യുദ്ധത്തിൽ മരിച്ചവർക്ക് വേണ്ടി പൂജ അർപ്പിക്കുകയാണ്. അപ്പോൾ ആ പൂജ അങ്ങോട്ട് തുടങ്ങിയപ്പോൾ ഭീഷ്മദ്രോണ കർണ എന്ന് തുടങ്ങുകയാണ്. പക്ഷേ മന്ത്രം മുഴുവൻ കേട്ടിട്ടും പാണ്ഡവന്മാരുടെ ഒരെണ്ണത്തിൻ്റെ പേരില്ല. അപ്പം ഞാൻ ആ പുരോഹിതനോട് ചോദിച്ചു, ഇതെന്താണ് പാണ്ഡവരുടെ പേര് പറയാത്തത്? അവർ പറഞ്ഞു, പാണ്ഡവരാരും ഇവിടെ മരിച്ചിട്ടില്ല, മരിച്ചവർക്കാണ് പൂജ. അപ്പോൾ ആ പറയുന്ന ലിസ്റ്റ് മുഴുവൻ അങ്ങോട്ട് കൗരവന്മാരാണ് ഭൂരിപക്ഷം. അപ്പോൾ യുദ്ധം ജയിച്ചു കഴിഞ്ഞാൽ ജയിച്ചവനാണ് ചരിത്രം എഴുതുന്നത്. അപ്പോൾ പാണ്ഡവർക്ക് അനുകൂലമായി ചരിത്രം എഴുതും. അപ്പോൾ നിങ്ങൾ ഈ ഡിബേറ്റ് ചെയ്യുമ്പോൾ സത്യസന്ധമായ കാര്യങ്ങൾ വിശകലനം ചെയ്യണം. അതിലേറ്റവും പ്രധാനപ്പെട്ടത് പാണ്ഡവർക്ക് ആ യുദ്ധത്തിൽ ജയിച്ച് രാജ്യം നടക്കാൻ അവകാശമുണ്ടോ എന്നാണ്. അവകാശമില്ല. കാരണം ധൃതരാഷ്ട്രവും പാണ്ഡുവും അവർ ക്ഷത്രിയരെ അല്ല. കാരണം നമ്മുടെ കാശിയിലെ ശൂദ്രവംശജയായിരുന്നു അംബാലിക. അവരിൽ വേദവ്യാസനുണ്ടായതാണ് പാണ്ഡുവും ധൃതരാഷ്ട്രം. അപ്പോൾ അവർ രണ്ടുപേരുടെ ശരീരത്തിൽ ക്ഷത്രിയ രക്തം ഇല്ല. അത് കഴിഞ്ഞ് പാണ്ഡുവിൻ്റെ മക്കളല്ല ഈ പാണ്ഡവന്മാർ. അമ്മയ്ക്ക് മറ്റു ബന്ധങ്ങളുണ്ടായ ദേവന്മാരുടെ മക്കളാണ് ഈ പാണ്ഡവന്മാർ. അതുകൊണ്ട് തന്നെ കുരുവംശത്തിൻ്റെ ഭൂമിയിൽ പാണ്ഡവന്മാർക്ക് യാതൊരു അവകാശവും പാണ്ഡുവിൻ്റെ മക്കളല്ലാത്തതുകൊണ്ട് തന്നെ, ബൈ റൈറ്റ്. അതാണ് സക്സഷൻ റൈറ്റ് പറയുന്നത്. അതുപോട്ടെ, യുദ്ധം അങ്ങോട്ട് തുടങ്ങുന്നു. യുദ്ധം തുടങ്ങുമ്പോൾ തന്നെ ദുര്യോധന യുദ്ധം പരാജയപ്പെട്ടു. കാര്യം എന്ന് വെച്ചാൽ പാണ്ഡവന്മാർക്കും കൗരവന്മാർക്കും 7 അക്ഷൗണിയായിരുന്നു. അപ്പോഴാണ് ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞ, നിരായുധനായി പാണ്ഡവ സൈഡിൽ ചേരും, പക്ഷേ എൻ്റെ 4 അക്ഷൗണി സൈന്യം കൗരവന്മാരുടെ കൂടെ ചേരുമെന്ന് പറഞ്ഞു. കാര്യം ശ്രീകൃഷ്ണൻ രണ്ടുപേരോട് ഈക്വൽ ബന്ധമാണ്. ശ്രീകൃഷ്ണൻ്റെ മകൻ ശാമ്പനാണ് ദുര്യോധനൻ്റെ മോളെ കെട്ടിയിരിക്കുന്നത്. എന്നാൽ കുന്തിദേവിയും സുഭദ്രയും മറുവഴിക്ക് ഒന്ന് അച്ഛൻ പെങ്ങളുമാണ്, മറ്റേത് സഹോദരിയാണ്. അപ്പോൾ ഈ 4 അക്ഷൗണി യാദവ സൈന്യം കൗരവന്മാരുടെ സൈന്യം ചേർന്നപ്പം ഈ 4 അക്ഷൗണിയുടെ കൂറങ്ങോട്ടാണ്, ഭഗവാൻ കൃഷ്ണനോടാണ്, അത് അവരുടെ രാജാവിനോടാണ്. അതുകൊണ്ട് ഇവർ 4 അക്ഷൗണിയും ചാരന്മാരായിരുന്നു. അപ്പോൾ കൗരവ പക്ഷ എങ്ങോട്ടൊക്കെ പോകുന്നു കംപ്ലീറ്റ് ഇൻഫർമേഷൻ ഭഗവാൻ കൃഷ്ണൻ കിട്ടിക്കൊണ്ടിരുന്നു. അപ്പോൾ തന്നെ ബാറ്റിൽ വാസ് ലോസ്റ്റ് ബിഫോർ ഇറ്റ് സ്റ്റാർട്ടഡ് എന്നുള്ള വലിയ സംഭവമാണ്. മോളൂടെ പറഞ്ഞു ദ്രോണർ ക്ഷത്രിയനാണെന്ന്. ദ്രോണർ ബ്രാഹ്മണനാണ്, ദ്രോണർ ക്ഷത്രിയനല്ല. അപ്പോൾ ഈ ക്ഷത്രിയ യുദ്ധത്തിന് നിയമങ്ങളെടുത്ത് കോട്ടയം നമ്മൾ ശ്രദ്ധിച്ചാണ്. ക്ഷത്രിയരല്ലാത്തവർ ഇതിനകത്ത് പല ആളുകളുണ്ട്. അതുപോലെ യുദ്ധം തുടങ്ങി കഴിയുമ്പം ആ യുദ്ധത്തിൽ ഒരുപാട് തെറ്റുകൾ നടക്കുകയാണ്. നിങ്ങളിവിടെ ചൂണ്ടിക്കാണിച്ച പോലെ ഭീഷ്മരെ വീഴ്ച തെറ്റാണ്, ദ്രോണരെ കൊന്ന തെറ്റാണ്, ആയുധം താത്തു വെച്ച കർണനെ കൊന്ന തെറ്റാണ്. അത് കഴിഞ്ഞ് ഈ ദുര്യോധനനെ ഊരുഭംഗം ചെയ്ത് കൊന്നത് യുദ്ധ നിയമത്തിന് വിരുദ്ധമാണ്. ജയദ്രഥനെ ആർട്ടിഫിഷ്യലി രാത്രി ഉണ്ടാക്കിയിട്ട് ജയദ്രഥനെ കൊന്നത് തെറ്റാണ്. രാത്രി യുദ്ധം തെറ്റാണ്. അവസാനം യുദ്ധമെല്ലാം കഴിഞ്ഞ് രാത്രി ഉറങ്ങിക്കിടക്കുമ്പം പാണ്ഡവന്മാരുടെ 5 മക്കളെ അശ്വത്ഥാമ എല്ലാം കൂടെ കഴി പാണ്ഡവ ശിബിരത്തിൽ കയറി ആക്രമിച്ച് പാഞ്ചാലയുടെ മുഴുവൻ മക്കളെ കൊന്നുകളഞ്ഞു. അപ്പോൾ 2 പക്ഷവും അപ്പുറവും ഇപ്പുറവും അധർമ്മമാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ധർമ്മയുദ്ധം അങ്ങോട്ട് അവസാനിക്കുന്ന പരുവത്തിന് അശ്വത്ഥാമാവ് തൻ്റെ ബ്രഹ്മാസ്ത്രത്തെ
അവസാനത്തെ പാണ്ഡവരുടെ ഒരു മക്കൾ ഗർഭത്തിൽ കിടക്കുകയാണ്. ആ ഗർഭത്തിൽ കിടന്ന പരീക്ഷത്തിനെ കൊല്ലാൻ വേണ്ടി അശ്വത്ഥാമ അസ്ത്രം വയ്ക്കുകയാണ്. ഭഗവാൻ കൃഷ്ണൻ കഷ്ടിച്ച് ആ കുഞ്ഞിനെ രക്ഷപ്പെടുത്തുകയാണ്. ഗർഭത്തിൽ പോലും കിടക്കുന്ന കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടി ശ്രമിക്കുന്നത് അധർമ്മത്തിൻ്റെ അങ്ങേ അറ്റമാണ്. ഇപ്പോൾ ഇസ്രായേൽ പാലസ്തീൻ ഇൻക്യുബേറ്ററിൽ കിടന്ന കുട്ടികളെ 400 എണ്ണത്തെ കൊന്നില്ലേ എന്ന് ഇസ്രായേൽ കാണിക്കുന്ന പരിപാടിയാണ് ഈ അശ്വത്ഥാമാവ് അന്ന് ചെയ്തു വെച്ചിരിക്കുന്നത്. ഇനി ഏറ്റവും ഭയങ്കരം എന്ന് പറഞ്ഞാൽ കൗരവരുടെ 100 മക്കളെ കൊന്നു കളഞ്ഞു. 100 മക്കളെയും. ഗാന്ധാരി അവസാനം ഭഗവാൻ കൃഷ്ണനോട് ചോദിക്കുന്നത് 100 എണ്ണത്തിൽ 1 എണ്ണത്തെ എനിക്ക് ബാക്കി വെച്ചിരണം എൻ്റെ മക്കളിലെ. വികർണൻ, നിന്റെ പക്ഷം പറഞ്ഞ വികർണൻ ഉണ്ടല്ലോ, ആ മകനെയെങ്കിലും ഒന്ന് വെച്ചേക്കണ്ടെന്നാണ്. അപ്പം 100 മക്കളെയും കൊന്നൊടുക്കുക എന്ന് പറഞ്ഞാൽ അസാമാന്യം അനീതിയാണ് ഭാരതം. ഭാരതയുദ്ധം ധർമ്മയുദ്ധമേ അല്ല എന്നുള്ളതാണ് സത്യം. താങ്ക് യു സർ. ടീച്ചർ? രണ്ട് പക്ഷത്തിലും വളരെ കൃത്യമായ ആശയങ്ങളോടെയാണ് ഈ സംവാദം നടന്നത്. എപ്പോഴും വളരെ മഹാഭാരതത്തെ സംബന്ധിക്കുന്ന വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ് ഇത് ധർമ്മയുദ്ധമോ എന്നത്. യുദ്ധത്തെക്കുറിച്ച് ഭാരതം ചിന്തിച്ചിട്ടുള്ള വളരെ പ്രസക്തമായ ആശയം യുദ്ധം ഒരിക്കലും സംഭവിക്കരുത് എന്നത് തന്നെയാണ്. യുദ്ധമുണ്ടാവരുത് എന്ന് മഹാഭാരതത്തിൽ നിന്നും ഉയർന്നു കേൾക്കുന്ന സ്വരമുണ്ട്. കൃഷ്ണൻ നിലകൊണ്ട നിരായുധനായി നിലകൊണ്ടു എന്നത് ഏറ്റവും വലിയ പ്രതീകമാണ്. യുദ്ധത്തിനെതിരായാണ് കൃഷ്ണൻ നിന്നത്. പക്ഷെ എന്തുകൊണ്ട് യുദ്ധം സംഭവിക്കുന്നു? ചില അനിവാര്യ ഘട്ടങ്ങളിൽ, നിരന്തരമായ നീതി നിഷേധങ്ങളിൽ, നിരന്തരമായ അവകാശ നിഷേധങ്ങളിൽ യുദ്ധം സംഭവിച്ചേ മതിയാകൂ. എനിക്ക് വളരെ രസമായിട്ട് തോന്നി മോള് പറഞ്ഞത്. ഒരു പുസ്തകം, അധർമ്മത്തിന്റെ പുസ്തകം ധർമ്മത്തിന്റെ ചട്ടയിട്ടാൽ അത് ധർമ്മത്തിൻ്റെതാകുമോ എന്ന ചോദ്യമൊക്കെ വളരെ കൗതുകകരമായിരുന്നു. നല്ല സംവാദമായിരുന്നു. താങ്ക് യു ടീച്ചർ. അപ്പം നല്ല കമന്റ്സ് ആണ് മൊത്തം കേട്ടത്. ഇനി മാർക്സ് ചോദിക്കാം അല്ലേ? സ്വാമിജി, ഓരോ സ്കൂളിനും 10-ൽ എത്ര മാർക്ക് വീതമാണ്? നമസ്കാര. രണ്ടുപേരും യുക്തിയുക്തം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്നാലും എനിക്കൊരു അല്പം മുൻതൂക്കം തോന്നുന്നത് ശബരിഗിരി സ്കൂളിൻ്റെ പേരിലാണ്. അവർക്ക് 9 മാർക്കും ഭവൻസിന് 8 മാർക്കും. ഓക്കെ, നന്ദി സ്വാമിജി. സർ? ഞാനും ശബരിഗിരിക്ക് 9 മാർക്ക് കൊടുക്കുന്നു, മറ്റേ സ്കൂളിന് 8 മാർക്ക് കൊടുക്കുന്നു. രണ്ടുപേരും വളരെ ഭംഗിയായിട്ട് വാദിച്ചു. എങ്കിലും ശബരിഗിരിക്ക് ഒരു ശകലം എഡ്ജുണ്ട്. ഓക്കെ, താങ്ക് യു സർ. ടീച്ചർ, ഔട്ട് ഓഫ് 20? എനിക്ക് വളരെ രണ്ടുപേരുടെയും ഒരേപോലെ തന്നെയാണ് വാദങ്ങൾ അനുഭവപ്പെട്ടത്. പക്ഷെ കുറച്ചുകൂടി വാദത്തിന്റെ ഷാർപ്പ്നെസ് കൂടുതൽ, ആശയങ്ങളിലെ കുറച്ചുകൂടി ഷാർപ്പ്നെസ് കൂടുതൽ മഞ്ഞപ്ര സ്കൂളിനായിരുന്നു എന്ന് എനിക്കൊരു പക്ഷമുണ്ട്. അതുകൊണ്ട് അവർക്ക് 19ഉം ശബരിഗിരിക്ക് 18 മാർക്ക് കൊടുക്കും. ഓക്കെ, വെറൈറ്റി ആയിരുന്നു. ഓക്കെ, താങ്ക് യു. അപ്പൊ ടോട്ടൽ സ്കോർ നോക്കുമ്പോൾ ഭവൻസിന് കിട്ടിയിരിക്കുന്നത് 35 മാർക്കും ശബരിഗിരിക്ക് കിട്ടിയിരിക്കുന്നത് എത്ര? 36. കറക്റ്റ്. അപ്പോൾ കൺഗ്രാറ്റുലേഷൻസ്, നല്ല മാർക്ക് തന്നെയാണ്. ചെറിയൊരു ഡിഫറൻസേ ഉള്ളൂ. അത് പിന്നെ നമ്മളുടെ ഈ സ്റ്റേജിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കാം. കിട്ടുന്ന അനുകൂലം പ്രതികൂലമൊക്കെ കിട്ടുന്നതിനനുസരിച്ചും പിന്നെ ആ സമയത്ത് നമുക്ക് സംസാരിക്കാൻ പറ്റുന്നതിനനുസരിച്ചൊക്കെ ഇരിക്കും അല്ലേ? എന്തായാലും നിങ്ങൾ തന്നെയാണ് ഏറ്റവും നന്നായി സ്കോർ ചെയ്തേക്കുന്നത്. 1 മാർക്കെങ്കിൽ 1 മാർക്ക്. അപ്പോൾ അതിൻ്റെ സന്തോഷത്തിൽ നമുക്ക് ചെറിയൊരു പെർഫോമൻസ് ആയാലോ? ചിന്മയ, റെഡി അല്ലേ? സ്ത്രീധനത്തിനെ ബേസ് ചെയ്തിട്ട് ഉള്ള ഒരു മോണോ ആക്ട് ആണ് അല്ലേ? നിയമം മൂലം നിരോധിച്ചിട്ടും അന്തസ്സിന്റെയും അഭിമാനത്തിന്റെയും അഹന്തയുടെയും പ്രതീകമായി ഇന്നും നിലനിൽക്കുന്ന സ്ത്രീധനം എന്ന മഹാവിപത്ത്, അതുമൂലം ക്രൂരമായ ജീവഹാനി സംഭവിച്ച നമ്മുടെ സഹോദരിമാരുടെ ഓർമ്മകൾക്ക് മുമ്പിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് കുറച്ച് മാസങ്ങൾക്ക് മുമ്പുള്ള ഈ അമ്മയുടെ വീട്ടിലേക്ക് നമുക്കൊന്ന് എത്തി നോക്കാം. അയ്യോ മോളെ, ഞാനിന്ന് മോളോട് പറഞ്ഞല്ലേ മോൾ ഇന്ന് കോളേജിൽ പോണ്ടാന്ന്. ഇന്നാണ് നിന്നെ കാണാൻ ആ ചെക്കനും കൂട്ടരും വരുന്നത്. അയ്യോ അമ്മ, ഞാൻ പറഞ്ഞതല്ലേ, എനിക്ക് കല്യാണമൊന്നും വേണ്ട, എനിക്ക് പഠിക്കണം. ശിവ ശിവ, എന്താ ഈ പെങ്കൊച്ച് പറയുന്നേ? ഈ തറവാട്ടിൽ 18 കഴിഞ്ഞ് ഒരു പെണ്ണും നിന്നിട്ടില്ല. ഇതിപ്പം കഴിഞ്ഞ ചിങ്ങത്തിൽ 19 തികഞ്ഞു. മോളുടെ നല്ലതിന് വേണ്ടിയല്ലേ പറയുന്നേ? മോള് കേക്ക്, ഈ ചെറുക്കനെ സർക്കാർ ഉദ്യോഗസ്ഥനാ. ഈ കല്യാണം എങ്ങനെങ്കിലും നടന്നു കിട്ടിയാ നമ്മുടെ ഭാഗ്യവാ മോളെ. ഈ വീടിന്റെ ആധാരം ബാങ്കിൽ വെച്ചാ എത്ര കിട്ടുമെന്ന് അച്ഛൻ അന്വേഷിക്കുന്നുണ്ട് കേട്ടോ. അതിന്റെ ഇടയ്ക്ക് മോൾ ഈ പഠിത്തത്തിന്റെ കാര്യം പറഞ്ഞോണ്ട് വരല്ലേ. അല്ലേലും ഈ പെൺപിള്ളേര് പഠിച്ചിട്ടിത് എന്തിനാ? വീട്ടുജോലി ചെയ്യാനും പിള്ളേരെ നോക്കാനും അറിഞ്ഞാ മതി. അപ്പൊ ഞാനോ, എന്റെ സ്വപ്നങ്ങൾ? 2 മാസത്തിന് ശേഷം അങ്ങനെ നമ്മുടെ ബാധ്യതയെല്ലാം തീർന്നു. കല്യാണം നല്ല തകൃതിയായി നടന്നു.
ഹലോ, ആ പറ മോളെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖം തന്നെയല്ലേ? അമ്മേ, എനിക്കിവിടെ വയ്യ അമ്മേ, എന്നെ വല്ലാണ്ട് ഉപദ്രവിക്കുന്ന അമ്മേ. നമ്മൾ കൊടുത്ത സ്വർണവും പണവും പോരെന്ന് പറഞ്ഞ് ഇന്നും എന്നെ തല്ലേ അമ്മേ. എനിക്കിവിടെ വയ്യ അമ്മേ, നിങ്ങൾ എന്നെ അങ്ങോട്ട് കൊണ്ടുപോകാമോ? അയ്യോ മോളെ, എന്താ നീ പറയുന്നേ? മോൾക്കറിയാലോ എത്ര കഷ്ടപ്പെട്ടാ ഞങ്ങൾ കല്യാണം നടത്തിയെന്ന്. കുറച്ച് പ്രശ്നങ്ങളൊക്കെ എല്ലായിടത്തും കാണും, അതൊന്നും കാര്യമാക്കാതെ മോളിച്ച് സ്നേഹത്തോടെ നിന്ന് നോക്ക്. അല്ലെങ്കിലും ഇപ്പം മോള് ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്ന ആൾക്കാരൊക്കെ എന്ത് പറയും? ഈ അച്ഛനും അമ്മയും എങ്ങനെ ആൾക്കാരുടെ മൂത്തൊന്ന് നോക്കും? മോളിപ്പോ എങ്ങനെങ്കിലും പിടിച്ചേക്ക്. പക്ഷേ അമ്മേ, ഹലോ ഡേ, ഏതാനാടി നീ വിളിക്കുന്നേ? ഇങ്ങോട്ട് താടി. ഓ, നിന്റെ വീട്ടുകാരെ വിളിച്ച് എന്റെ കുറ്റവും കുറവും പറയായിരുന്നു അല്ലേടി? അല്ലേലും അവരെന്നെ കൊണ്ട് എന്തുണ്ടാക്കാൻ ഞാനടി ചേട്ടാ കൂട്ടങ്ങള്. ഇങ്ങോട്ട് വാടി. തല്ലല്ലേ ചേട്ടാ, തല്ലല്ലേ ചേട്ടാ, ഇങ്ങോട്ട് വാടി. അവളുടെ ഒരു ഫോൺ വിളി. തല്ലല്ലേ ചേട്ടാ, തല്ലല്ലേ ചേട്ടാ, ഇങ്ങോട്ട് വാടി. എന്തടി മിണ്ടരുത്. ഞാൻ ഒറ്റയ്ക്കാണ്, എനിക്കിനി രക്ഷയില്ല. എന്നെ ഈ നരകത്തിൽ നിന്ന് രക്ഷിക്കാൻ ഇനി ആരും വരില്ല. മതിയാക്കാം. ആർക്കും ഭാരമാകാതെ സ്വയം രക്ഷപ്പെടാം. അതെ, നമ്മുടെ നാട്ടിൽ മറ്റൊരു സ്ത്രീധന മരണം കൂടി. ഈ അവസരത്തിൽ മരണപ്പെട്ട കുട്ടിയുടെ അമ്മയ്ക്ക് എന്താണ് പറയാനുള്ളത് എന്ന് നമുക്ക് ചോദിച്ചു നോക്കാം. അമ്മ പറയൂ, മകളുടെ മരണം സ്ത്രീധന പീഡനം തന്നെയല്ലേ? മകൾ, മരിച്ച മകൾ കൊന്നട. ഞാൻ എൻ്റെ മോളെ കൊന്നട, കൊന്നട. ഞാൻ എൻ്റെ മോളെ കൊന്നേ. പ്രബുദ്ധ കേരളമേ കേക്കൂ, നമ്മുടെ മക്കൾ നമ്മുടെ ബാധ്യതയല്ല. സ്വന്തമായ ചിന്തകളും ആശകളും സ്വപ്നങ്ങളും ഉള്ള മനുഷ്യ ജന്മങ്ങളാണ് അവർ. അവർ പഠിക്കട്ടെ, പറക്കട്ടെ അവരുടെ സ്വപ്നങ്ങളിലേക്ക്. നന്ദി, നമസ്കാരം. ചിന്മയ, നന്നായിട്ട് പെർഫോം ചെയ്തു. ഇത് ഒരുപാട് പേർക്കുള്ള എന്താണ് ഒരു മോറലും കൂടെ കൊടുത്തു. അവസാനം നമ്മുടെ പെൺമക്കളൊന്നും ഒരു കുടുംബത്തിന് ബാധ്യതയല്ല. അതേപോലെ തന്നെ എല്ലാ പെൺകുട്ടികളും മനസ്സിലാക്കേണ്ടത്, ഈ പറയുന്ന എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമുക്ക് തൻ്റെ ഇടത്തോടെ നമ്മുടെ സ്വന്തം കാലിൽ നിന്ന് നേരിടുകയാണ് വേണ്ടത്. മരണം ഒന്നിനും ഒരു പരിഹാരമല്ല, അല്ലേ? പെർഫോമൻസിന് വേണ്ടി നമ്മളിങ്ങനെയൊക്കെ കാണിച്ചാണ്. ശരിക്കും ഇതൊന്നും ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് നമ്മളുടെ മോറൽ ഓഫ് ദി സ്റ്റോറി, അല്ലേ? എന്തായാലും നന്നായിരുന്നു, താങ്ക് യു. ഇതുപോലെ നമ്മുടെ ഈ വേദിയിൽ വന്നിട്ട് ഒരു പെർഫോമൻസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളെല്ലാവരും ഇച്ചിരി മടി കാണിക്കാറുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം മിടുക്കിയായിട്ട് വന്നിട്ട് ചെയ്തു. താങ്ക് യു. അപ്പം രണ്ട് കൂട്ടരും നന്നായി തന്നെ പെർഫോം ചെയ്തു. ഡിബേറ്റിൽ നല്ല മാർക്ക് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പം ഇനി അടുത്ത റൗണ്ടുകളിൽ നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ദാ നമ്മുടെ വജ്രവ്യൂഹം ഇവിടെ അവസാനിക്കുകയാണ്. നമുക്ക് ആരംഭിക്കാം മകരവ്യൂഹം. ശ്രേഷ്ഠ ഭാരതം പൈതൃക ഭാരതത്തിൽ ഇനിതേ മകരവ്യൂഹത്തിന് സമയമായിരിക്കുകയാണ്. ആചാര്യസഭയിലെ മുരളിമേനോൻ ചേട്ടൻ ജോയിൻ ചെയ്തിട്ടുണ്ട്. ചേട്ടാ സ്വാഗതം. ഇനി നമുക്ക് സ്വാഗതം ചെയ്യാനുള്ളത് നമ്മുടെ കുട്ടികളെയാണ്. നമുക്ക് സ്വാഗതം ചെയ്യാം GHSS ചാലിശ്ശേരി. അഭിരാമി, ശ്രീലക്ഷ്മി, ഞങ്ങൾ GHSS ചാലിശ്ശേരിയിലെ കുട്ടികൾ. ഞങ്ങൾ ഇന്ന് റോൾ പ്ലേയിൽ അഭിനയിക്കാൻ പോകുന്നത് കൃഷ്ണൻ്റെ 3 ഭാവങ്ങളാണ്: ശാന്തം, ക്രോധം, സഖ്യം. ഞങ്ങളെ പഠിപ്പിച്ചത് നിബിൻ മാഷാണ്. ഞങ്ങൾക്കിവിടെ നല്ലപോലെ ചെയ്യാൻ സാധിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നന്ദി. എന്തായാലും ഇപ്പൊ പ്രത്യേകിച്ച് ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല ഏതാ കഥാപാത്രം എന്ന്. കഥാപാത്രം മനസ്സിലായി. എല്ലാവരും ഒരു ഈ കോസ്റ്റ്യൂംസ് ഇവിടെ നിന്നാണോ അതോ ആണ്? നിങ്ങൾ പറഞ്ഞ ഒരേപോലെ എല്ലാതും ഒരേപോലെ ഇരിക്കുന്നു അല്ലേ? ഒരു വ്യത്യാസമില്ല. സാധാരണ എന്തെങ്കിലും ചെറിയൊരു വ്യത്യാസമെങ്കിലും കാണും. ഓ, കണ്ടുപിടിക്കാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ കമ്മലിന്റെ ഡിസൈനിൽ ചെറിയൊരു മാറ്റമുണ്ട്, വേറെ ഒന്നുമില്ല.
എന്തായാലും കൊള്ളാം. ആദ്യം ഒന്ന് പേര് പറഞ്ഞ്. അതൊന്നും ഇവിടെ നോക്കിയാലും മനസ്സിലാവും ചെയ്യില്ല. അതെ 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 സത്യം. ഹൈറ്റിലുള്ള ഒരു ഡിഫറെന്റ് ഒരാൾക്ക് മാത്രമുണ്ട്, അതല്ലെങ്കിൽ അതും വ്യത്യാസമില്ല. ആദ്യം പേര് പറഞ്ഞു തുടങ്ങാം. ശ്രീലക്ഷ്മി. ശ്രീലക്ഷ്മി എത്രാം ക്ലാസ്സിലാ? 8ാം ക്ലാസ്സിൽ. പ്രണവ് 9th. അഭിരാമി 8th. 8th. ഏതൊക്കെ ഭാവങ്ങളാ? അല്ല, സഖ്യം. സഖ്യം. ക്രോധം. ശാന്തം. ഓക്കെ. ക്രോധമൊക്കെ വരുമോ? വരും. ഭയങ്കര ശാന്തതയിലായിരുന്നു. എന്താ ക്രോധം? ഭയങ്കര ശാന്ത സ്വഭാവം. എങ്ങനെയാ സെലക്ട് ചെയ്ത് ക്രോധം ചെയ്യാനായിട്ട്? സ്കൂളിൽ എങ്ങനെയാ? അത്യാവശ്യം നല്ല ദേഷ്യക്കാരനാണോ? ഹേയ്, ഇല്ല, പാവമാണോ? കുറച്ചൊക്കെ. കുറച്ചൊക്കെ. എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. കുഴപ്പമില്ല. പൊതുവെ കുഴപ്പമില്ല. അപ്പം അഭിനയിക്കുന്ന കഴിവ് കണ്ടിട്ടാണോ ഈ ക്രോധം? ആവും. ഈ മാർക്സിനെ കുറിച്ച് അറിയണ്ടേ? ആ. ഇതിൽ മുരളിച്ചേട്ടൻ 20 മാർക്കിലും ബാക്കി 3 പേരും 10 മാർക്കിലും ആയിരിക്കും നിങ്ങൾക്ക് മാർക്ക് തരുന്നത്. കേട്ടോ? ഓൾ ദി ബെസ്റ്റ്. കൃഷ്ണസുദാമ സഖ്യം സഖ്യഭാവത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. വർഷങ്ങൾക്ക് ശേഷം തന്റെ സഖാവായ സുദാമാവിനെ കാണുന്ന കൃഷ്ണൻ സുദാമാവേ, സഖേ, സുദാമാവേ, സാന്ദീപനി മഹർഷിയുടെ ആശ്രമത്തിൽ നിന്നും പിരിഞ്ഞതിനു ശേഷം നമ്മൾ തമ്മിൽ കണ്ടിട്ടില്ല അല്ലേ? പറയൂ സഖേ, എന്തൊക്കെയാണ് അവിടുത്തെ വിശേഷങ്ങൾ? ജ്യേഷ്ഠത്തിയും കുട്ടികളും സുഖമായിരിക്കുന്നു? സുദാമാവേ, പഴയ കഥകൾ നീ ഓർക്കുന്നുണ്ടോ? ഗുരുപത്നിക്കായി വിറകുകൾ ശേഖരിക്കാൻ പോയതും മഴ വന്നതും ഗുരുപത്നി വിശക്കുമ്പോൾ കഴിക്കാൻ തന്നയച്ച കടലമണികൾ സുദാമാവ് ഒറ്റയ്ക്ക് കഴിച്ചതും എല്ലാം ഇന്നലെ കഴിഞ്ഞ പോലെ ഓർമ്മയിൽ വരുന്നു അല്ലേ? എന്നെ കാണാൻ വരുമ്പോൾ ജ്യേഷ്ഠത്തി വെറും കൈയോടെ വരും എന്നെനിക്ക് തോന്നുന്നില്ല. ഇങ്ങതാ. എത്ര സ്വാദിഷ്ടമായ അവിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയായിരുന്നു അല്ലേ? പഴയ ശീലം എപ്പോഴും എന്റെ മിത്രം മറന്നിട്ടില്ല. രുക്മിണി, സത്യഭാമേ, എല്ലാവരും വരൂ, കഴിച്ചോളൂ എന്റെ മിത്രത്തിന്റെ അവിൽ. സുദാമാവേ, ഇന്നിനി ഇവിടെ തങ്ങാം, നാളെ രാവിലെ പോകാം. എന്റെ മിത്രത്തോട് എനിക്ക് കുറെ കഥകൾ പറയാനുണ്ട്. മഹാഭാരത യുദ്ധത്തിന്റെ അവസാനം കുരുക്ഷേത്ര ഭൂമിയിൽ മരിച്ചു വീണ തന്റെ മക്കളെ കണ്ട് വിലപിക്കുന്ന ഗാന്ധാരിയെ ഉപദേശിക്കുന്ന ശാന്തഭാവത്തിലുള്ള കൃഷ്ണൻ. അമ്മേ ഗാന്ധാരി, വൃഷ്ണിവംശത്തെ നശിപ്പിക്കാനുള്ള കഴിവ് എനിക്ക് മാത്രമേ ഉള്ളൂ. മറ്റാർക്കും അവരെ നശിപ്പിക്കാനാകില്ല. സ്വയം നശിക്കാനേ അവർക്ക് നിവൃത്തിയുള്ളൂ. ഒരു ദേവന്മാർക്കും അവരെ ദ്രോഹിക്കാനാകില്ല. അവർ പരസ്പരം പൊരുതി തന്നെ മരിക്കണം. അമ്മയുടെ ശാപം കാരണം ഞാൻ നശിപ്പിക്കാതെ തന്നെ വൃഷ്ണിവംശത്തിന്റെ നാശത്തിന് കാരണമായി. വൃഷ്ണിവംശത്തിന്റെ നാശത്തിന് ഭവതിയുടെ സഹകരണം ലഭിച്ചതിൽ ഞാൻ ഭാഗ്യം ചെയ്തവനാണ്. ഭവതി ഞങ്ങളെ അനുഗ്രഹിക്കുകയാണ് ചെയ്തത്. അമ്മേ, ഭവതിയുടെ ധർമ്മബോധത്തെ ഉണർത്തൂ. ഈ ദുഃഖം ഭവതിക്കു നന്മ വരുത്തില്ല. ഇത് ഭവതി കാരണമുണ്ടായതാണ്.
പുത്രനോട് ഭവതിക്കുള്ള വാത്സല്യം അതിരു കടന്നുപോയി. ഉദാസീനത കാട്ടിയത് ഞാനല്ല, ഭവതിയാണ്. പാപത്തിന്റെ വഴിയിലൂടെ സഞ്ചരിക്കാൻ നിങ്ങൾ ദുര്യോധനനെ പ്രോത്സാഹിപ്പിച്ചു. ഞാൻ ഹസ്തിനപുരത്ത് വന്ന് പാണ്ഡവന്മാരോടുള്ള വൈര്യം വെടിയുവാൻ ദുര്യോധനെ എത്രമാത്രം പ്രേരിപ്പിച്ചു. ഇതെല്ലാം ഭവതിയും കേട്ടതല്ലേ? പക്ഷെ ഭവതി അല്പമെങ്കിലും പരിശ്രമിച്ച് ആ പാപകർമ്മത്തിൽ നിന്നും പുത്രനായ ദുര്യോധനനെ പിന്തിരിപ്പിക്കാമായിരുന്നു. പക്ഷേ ഭവതിയും രാജാവും കൂടി ദുര്യോധനനെ നശിപ്പിച്ചു. എന്നിട്ടിപ്പോൾ പുത്രൻ കാരണം രാജ്യം നശിച്ചപ്പോൾ ഭവതി അതിന്റെ കുറ്റവും എന്നിൽ ചുമത്തുകയാണോ? ഭവതിക്കു സത്യത്തെ നേരിടാൻ സാധിക്കും. വരൂ, ഈ ദുഃഖത്തെ അകറ്റൂ. മഹാഭാരത യുദ്ധത്തിനിടയിൽ പാണ്ഡവനാശത്തിനായി ഉത്തരാഗർഭത്തിലിരിക്കുന്ന ശിശുവിനെ ലക്ഷ്യമാക്കി ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ച അശ്വത്ഥാമാവിനെ ക്രോധഭാവത്തിലുള്ള കൃഷ്ണൻ ശപിക്കുന്നു. ഉത്തരേ, ഭയപ്പെടേണ്ടതില്ല. നിന്റെ ഉദരത്തിലിരിക്കുന്ന കുഞ്ഞ് എന്റെ സംരക്ഷണത്തിനാണ്. അതിനൊരു അപകടവും സംഭവിക്കുകയില്ല. ഹേ ദ്രോണപുത്ര അശ്വത്ഥാമാവേ, ഈ ഭൂമിയിൽ ജനിച്ചിട്ടുള്ള ജീവികളിൽ വെച്ച് അങ്ങാണ് ഏറ്റവും നീചൻ. അഭിമന്യു പുത്രനെ വധിച്ചുവെന്നാണ് അങ്ങ് പറയുന്നത്. ആ കുഞ്ഞിന് ഞാൻ സംരക്ഷണം നൽകും. അതങ്ങയ്ക്ക് നേരിട്ട് കാണുകയും ചെയ്യാം. അങ്ങ് ഈ ലോകത്ത് ഒറ്റയ്ക്ക് ജീവിക്കാൻ വിധിക്കപ്പെട്ടവനാണ്. ആരിൽ നിന്നും ഒരു സ്നേഹവചനം പോലും കേൾക്കാതെ അങ്ങ് ജീവിക്കണം. ആരോരുമില്ലാത്തതിന്റെ വേദന എന്തെന്നറിയണം. അങ്ങ് വധിച്ചു എന്ന് പറയുന്ന ഉത്തരാഗർഭത്തിലുള്ള അഭിമന്യു പുത്രൻ പരീക്ഷിത് എന്ന പേരിൽ പൗരസിംഹാസനത്തിൽ അഭിഷിക്തനാകുന്നതും അങ്ങു കാണണം. ഹേ ദ്രോണപുത്ര, പരീക്ഷിത് 60 വർഷക്കാലം രാജ്യം ഭരിക്കുന്നതും അങ്ങു കാണേണ്ടി വരും. ഏകാഗിയായി വിസ്തൃതമായ ഈ ലോകത്തിൽ നരകയാതന അനുഭവിച്ച് ജീവിക്കാൻ ഇടവരട്ടെ എന്നിതാ ഞാൻ ശപിക്കുന്നു. എങ്ങനെയുണ്ടായിരുന്നു? നന്നായിരുന്നു. നന്നായിരുന്നോ? ഇനി നമുക്ക് ഈ അഭിപ്രായം തന്നെയാണ് അവർക്കൊന്നും ചോദിച്ചാലോ? ആ. സ്വാമിജി, ഇവരുടെ ഈ ഭാവങ്ങളിൽ ഏറ്റവും അവസാനത്തെ രംഗമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അവസാനത്തെ ഭാഗം 3 പേരും കൂടി ചേർന്നിട്ട് നിന്ന് ആ വിഷ്ണു രൂപം പ്രദർശിപ്പിക്കുന്ന ഒരു ഭാവം. ശ്രീകൃഷ്ണ ഭാവത്തിൽ സ്ഥായിയായിട്ടുള്ളൊരു ഭാവം എന്ന് പറയുന്നത് ശാന്തമാണ് അദ്ദേഹത്തിൻ്റെ. ആ ശാന്തത, മുഖത്ത് മന്ദഹാസമാണ് എപ്പോഴും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നതാണ്. അത് അവർ ശ്രമിച്ചിട്ടുണ്ട്. എന്നാലും കുറച്ചുകൂടി ഓരോ ഭാവങ്ങളും കുറച്ചുകൂടി നന്നാക്കാൻ, കുറച്ചുകൂടി ചടുലത അതിന് വേണമായിരുന്നു എന്ന് തോന്നുന്നു. എനിക്ക് തോന്നിയതാണ്. അതിൻ്റെ കൂടുതൽ അഭിപ്രായങ്ങൾ ഇവിടെ പറയുമല്ലോ. ഏതായാലും വളരെ നന്നായിട്ട് നിങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്. നന്നായിട്ടുണ്ട്. അഭിനന്ദനങ്ങൾ. നന്ദി സ്വാമിജി. ടീച്ചർ നന്നായി. പ്രത്യേകിച്ച് സ്വാമിജി പറഞ്ഞ പോലെ അവസാന ഭാഗത്ത് ഇങ്ങനെ ഭഗവാനെ ഇങ്ങനെ എഴുന്നേറ്റ് നിന്ന് തൊഴുവാൻ തോന്നുന്ന രീതിയിൽ ഗംഭീരമായി. ഈ ഒരു നമ്മൾ ഇത്രയും കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചതിൽ അഭിനയിക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു കഥാപാത്രമാണ് കൃഷ്ണൻ. കൃഷ്ണന് 100 ഭാവങ്ങളുണ്ട്. പക്ഷേ അതിനെയൊക്കെ സ്ഥിരമായ ആ ശാന്തത കൊണ്ട് ഭഗവാൻ കീഴ്പ്പെടുത്തുകയാണ്. അതുകൊണ്ട് നിങ്ങളാണ് ഏറ്റവും ചലഞ്ചായിട്ടുള്ള ഒരു രംഗം വാസ്തവത്തിൽ അഭിനയിച്ച് ഫലിപ്പിക്കാൻ ഏറ്റെടുത്തത്. അപ്പൊ അങ്ങനെ ഒരു ഭാവമായതുകൊണ്ട് വളരെ നന്നായിരുന്നു. അഭിനയിച്ച് ഫലിപ്പിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. താങ്ക് യു ടീച്ചർ. അലക്സാണ്ടർ സർ, പെർഫോമൻസ് വളരെ നന്നായിരുന്നു. ഏറ്റവും അവസാനം ഭഗവാൻ കൃഷ്ണൻ്റെ 3 ഭാവങ്ങൾ ഒരേ ലൈനിൽ വന്നത് വളരെ സുന്ദരമായ അവസാനമായിരുന്നു. അഭിനന്ദനങ്ങൾ. സഖ്യം പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു മിക്കവാറും ഒരു അർജുനെ ആയിരിക്കും സഖ്യത്തിന് എടുക്കുകയെന്ന്. എന്തായാലും കുചേലനെയാണ് എടുത്തത്. ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഭഗവാൻ കൃഷ്ണൻ്റെ ഒരു 3 ഭാവങ്ങൾ നിങ്ങൾ വളരെ ഭംഗിയായിട്ട് അഭിനയിച്ചു. വളരെ അഭിനന്ദനങ്ങൾ. താങ്ക് യു സർ. മുരളി ചേട്ടാ. യെസ്, ഇറ്റ് വാസ് ഗുഡ്. നന്നായിരുന്നു. നിങ്ങൾ പറഞ്ഞ വാക്ക് തന്നെ ഞാൻ കടമെടുക്കാം. നന്നായിരുന്നു. നന്നാക്കാമായിരുന്നു. ശരിയല്ലേ?
അഭിപ്രായ വ്യത്യാസം ഉണ്ടോ അതിൽ? നന്നാക്കാമായിരുന്നു എന്നുള്ളതിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ എന്തൊക്കെയാണ് നന്നാക്കാനുള്ളത് എന്ന് നമുക്കൊന്ന് നോക്കാം. ഇൻറ്ററാക്ഷൻ, ഇതൊക്കെ തുടങ്ങുന്നതിന് മുമ്പുള്ള ഇൻറ്ററാക്ഷൻ നന്നായിരുന്നു. ശരി, അപ്പോൾ നമുക്ക് ആദ്യത്തെ സഖ്യം അതിൽ തുടങ്ങാം. മോളുടെ പേരെന്താണ്? അഭിരാമി അല്ല, അഭിരാമി. ആ, ഗുഡ്. അപ്പോൾ ആ പ്രശ്നം എല്ലാവർക്കും ഉണ്ടായിരുന്നു കേട്ടോ. അക്ഷരം മലയാളം എന്നുള്ള പ്രശ്നം എല്ലാവർക്കും ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ അത് ഈ നോട്ടിൽ തന്നെ പറഞ്ഞു തീർക്കുന്നു, എല്ലാവരുടെയും ഞാൻ വായിക്കാൻ നിൽക്കുന്നില്ല. പിന്നെ ആദ്യത്തെ നന്നായിരുന്നു മോളെ അഭിരാമി. ആദ്യം നടന്നു വന്നതും അവിടെ വെച്ച് സുധാമാവിനെ കണ്ടതും സുധാമാവിൻ്റെ അടുത്തേക്ക് വന്നതും അതൊക്കെ നന്നായിരുന്നു. ദിസ് ഈസ് ബിഫോർ യു സ്റ്റാർട്ടഡ് യുവർ ഡയലോഗ്സ്. അതിന് ശേഷം ആദ്യം കണ്ട സുധാമാവ് നല്ല കുറച്ച് മോള് കണ്ട സുധാമാവ് കുറച്ചുകൂടി ഹൈറ്റുള്ള കുറച്ച് മെലിഞ്ഞ് നീണ്ട ഒരാളെയാണ് എനിക്ക് കാണാൻ പറ്റിയത്. ബിക്കോസ് അങ്ങനെ ആയിരിക്കും ഒരു പക്ഷേ മനസ്സ് കണ്ടിട്ടുണ്ടാവുക. അവിടെ നിന്ന് അങ്ങോട്ട് കൊണ്ടുപോയിട്ട് എന്ത് പറ്റിയെന്ന് വെച്ചാൽ സുധാമാവിനെ അവിടെ ബാക്കിലിരുത്തിയോണ്ട് മോളെല്ലാം അങ്ങോട്ട് തിരിഞ്ഞിട്ടാണ് പറഞ്ഞത്. സോ വി മിസ്ഡ് ലോട്ട് ഓഫ് യുവർ എക്സ്പ്രഷൻ. മനസ്സിലായില്ലേ? ഞങ്ങൾക്ക് കാണാനോ റീഡ് ചെയ്യാനോ സാധിച്ചില്ല. കാരണം അങ്ങോട്ടാണ് അദ്ദേഹത്തെ പുറകുവശത്ത് ഇരുത്തിയത് കൊണ്ട് ഒരുപാട് എക്സ്പ്രഷൻസ് അങ്ങോട്ട് പോയി. പിന്നെ ഞാനൊരു കുറച്ച് നേരം കൺഫ്യൂസ്ഡ് ആയി. സുധാമാവ് കൂടെ നടന്നോ, ഇങ്ങോട്ട് നടന്നു വരുന്ന സാധനം ഉണ്ടല്ലോ, അത് കൂടെ നടന്നോ എന്ന് എനിക്ക് തോന്നി. പിന്നെ എനിക്ക് തോന്നിയില്ല, അത് അവിടെ ഇരിക്കുക തന്നെയാണല്ലോ. പിന്നെ തിരിഞ്ഞ് പറയുമ്പോഴും ഒരുപാട് ഡയലോഗ്സ് അങ്ങോട്ടാണ് പോയത്. സോ അഭിരാമിയുടെ ഒരുപാട് ഭാവങ്ങൾ, എക്സ്പ്രഷൻസ് ഞങ്ങൾക്ക് കാണാൻ പറ്റിയില്ല. പിന്നെ അവിൽ കഴിച്ചത് നന്നായിരുന്നു. അവിൽ കഴിച്ചതിൻ്റെ തുടക്കം നന്നായിരുന്നു. അവിൽ കഴിച്ചു എന്ന് തോന്നി, മനസ്സിലായില്ലേ? പക്ഷെ അതിൻ്റെ ആസ്വാദനമുണ്ട്. വാ, എന്തൊരു ടേസ്റ്റാണ് ഇതിന് എന്ന് നമ്മൾ മനസ്സിൽ പറയുന്നുണ്ട്. അത് പറയണം. അത് പറയുമ്പോഴാണ് അത് എത്രയും നല്ല അവിലാണ് എന്നുള്ളത് ഞങ്ങൾക്ക് കിട്ടുക. അതാണ് ആദ്യത്തെ ഇതിൽ പറയാനുള്ളത്. ഇന്ന് വീണ്ടും മോളുടെ പേരെന്താണ്? ശ്രീലക്ഷ്മി. അത് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അവിടെയും ഇത് തന്നെയാണ് പ്രശ്നം. കാണുന്നില്ല, ഗാന്ധാരിയെ കാണുന്നില്ല. ഗാന്ധാരിയോടല്ലേ സംസാരിക്കണത്? ഗാന്ധാരിയെ കാണുന്നില്ല. നമ്മൾ കാണണം, കണ്ട് വർത്തമാനം പറയണം. ഡയലോഗല്ല, നാടകത്തിൽ അഭിനയിക്കുന്ന പോലെ അല്ല. ജീവിതത്തിൽ നമ്മൾ എങ്ങനെയാണോ, വാട്ട് ഈസ് ആക്ടിങ്? അവസ്ഥാനുകൃതർ നാട്യം. നമ്മൾ ജീവിതത്തിൽ എങ്ങനെയാണോ അതുപോലെ സ്റ്റേജിലും അതുപോലെ തന്നെ സ്ക്രീനിലും ചെയ്യുന്നതാണ് ആക്ടിങ് എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ ജീവിതത്തിൽ വർത്തമാനം പറയുന്നത് പോലെ വരണം. അപ്പോൾ ഇത് നിങ്ങൾ കണ്ടുമറന്ന നാടകങ്ങളിലുള്ള സംഭാഷണം പറയുന്നത് പോലെയാണ് വന്നത്. ഞാൻ ഒരുപാട് കുട്ടികളോട് ഇത് പറഞ്ഞിട്ടുണ്ട് കേട്ടോ, നിങ്ങളോട് മാത്രമല്ല, അങ്ങനെ വിചാരിക്കേണ്ട, ഒരുപാട് പേരോട് ഇത് പറയുന്നുണ്ട്. എഗെയിൻ ക്രോധം. ക്രോധത്തിൽ വരുമ്പോഴും ഈ ലുക്ക് ഇസ് ഒരു പ്രോബ്ലമാണത്, മനസ്സിലായില്ലേ? ലുക്കിംഗ് ദി ക്യാരക്ടർ. പക്ഷേ ഇവിടെയൊക്കെ 3 പേർക്കുള്ള പ്രശ്നം ഞാൻ പൊതുവെ എഴുതി വെച്ചിട്ടുള്ളത് കൃഷ്ണനാവണം എന്നാണ്. കൃഷ്ണനാവുക എന്നുള്ള പ്രക്രിയയിലേക്കാണ് ഇനി നമ്മൾ പോകേണ്ടത്. പിന്നെ ഇപ്പം ഇവർ പറഞ്ഞ പോലെ ഇറ്റ്സ് എ വെരി ഡിഫിക്കൽട്ട് ടാസ്ക്. കൃഷ്ണൻ എന്നുള്ള കഥാപാത്രം വളരെ ഡിഫിക്കൽട്ടാണ്. ഇപ്പോൾ ടീച്ചറൊക്കെ പറഞ്ഞ പോലെ കൃഷ്ണൻ എങ്ങനെ ദേഷ്യപ്പെടും എന്നുള്ളൊരു പ്രശ്നമുണ്ട്. കാരണം നമ്മളത് കണ്ടിട്ടില്ല. പക്ഷേ ദേഷ്യപ്പെടുന്നുണ്ട്. ദേഷ്യപ്പെടേണ്ട സ്ഥലത്ത് ക്രോധം വരേണ്ട സ്ഥലത്ത് ക്രോധം വരിക തന്നെ വേണം. പക്ഷെ ആ ക്രോധം ദുര്യോധനന് വരുന്ന ക്രോധം മാതിരി ആയിരിക്കില്ല, രാവണന് വരുന്ന ക്രോധം മാതിരി ആയിരിക്കില്ല. വ്യത്യാസം ഉണ്ടാവും. അത് വ്യത്യാസമുണ്ട്. കാരണം അതാണ് കൃഷ്ണൻ എന്ന് പറയുന്ന കഥാപാത്രം. അപ്പോൾ ഇറ്റ് ഈസ് എ ഡിഫിക്കൽട്ട് ടാസ്ക്. പക്ഷെ ആ ഡിഫിക്കൽട്ട് ആവുന്നത് ചെയ്യുക എന്നുള്ളതാണ് ഒരു നടനെയും ഒരു നടിയെയും സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷമുള്ള കാര്യം. ഓക്കെ, അപ്പോൾ ഞാൻ തരുന്ന ഉപദേശം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഇപ്പം എന്തായാലും ഇത്രയും ഡയലോഗൊക്കെ പഠിച്ചല്ലോ, ഇനിയിപ്പോൾ ഡയലോഗ് പഠിക്കേണ്ട പണിയില്ലല്ലോ, അല്ലേ? ഇനി വീട്ടിൽ പോയി അവനവൻ്റെ മുറിയിലിരുന്ന് ഇതൊന്ന് ചെയ്ത് നോക്കുക. വീട്ടുകാരോട് പറയണേ. മറ്റേ ആ മുറിയിൽ നിന്ന് ഇങ്ങനെ ശബ്ദമൊക്കെ എസ്പെഷ്യലി ക്രോധമൊക്കെ ആയ ചീത്ത പറയുന്നത് നമുക്ക് തോന്നും. അപ്പോൾ അതൊക്കെ പറഞ്ഞ് ഒന്ന് പരിശീലിക്കുക. എന്തായാലും ഒരു നല്ലൊരു മോണോലോഗ് കൈ കിട്ടിയിട്ടുണ്ടല്ലോ കേട്ടോ. എന്നിട്ട് നന്നാക്കാൻ ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു വെരി മച്ച്. താങ്ക് യു മുരളി ചേട്ടാ. അപ്പോൾ കമൻസ് ഒക്കെ കേട്ട് കഴിഞ്ഞു. ഇനി നേരെ മാർക്സിലേക്ക് പോവാം, അല്ലേ? സ്വാമിജി ഔട്ട് ഓഫ് 10 എത്ര പോയിന്റ്സ് ആണ് കൊടുക്കുന്നത്? 7 ഔട്ട് ഓഫ് 10. ടീച്ചർ ഔട്ട് ഓഫ് 10? 7 ഔട്ട് ഓഫ് 10. 7 ഔട്ട് ഓഫ് 10. സർ? എനിക്ക് അഭിനയം വളരെ ഇഷ്ടപ്പെട്ടു. 9 ഔട്ട് ഓഫ് 10. 9 ഔട്ട് ഓഫ് 10. 20-ൽ 12 മാർക്ക്.
അപ്പോൾ നമുക്ക് ടോട്ടൽ കിട്ടിയിരിക്കുന്ന മാർക്ക് 35 50-ല്. കുഴപ്പമൊന്നുമില്ല, ഇത്രയും ടഫായിട്ടുള്ളൊരു ക്യാരക്ടർ വെച്ചിട്ട് നമ്മൾ ഇത്രയും മാർക്ക് വാങ്ങിച്ചില്ലേ അല്ലേ. പിന്നെ ഒരുപാട് കാര്യങ്ങൾ മുരളീചേട്ടനും ബാക്കിയുള്ളവരൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്, ആക്ടിങ്ങിൻ്റെ കാര്യമൊക്കെ. അപ്പം ഇത് നമ്മൾ വീട്ടിൽ ചെന്നിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, ഹാപ്പി ആയിട്ടിരിക്കുക. ഇനിയും റൗണ്ടുകൾ ഇങ്ങനെ കിടക്കല്ലേ, പക്ഷെ കുറച്ചുകൂടെയൊക്കെ നന്നായിട്ട് ബെറ്റർ ആയിട്ടൊക്കെ ട്രൈ ചെയ്യുക, അത്രേ ഉള്ളൂ. ശ്രേഷ്ഠ ഭാരതം പൈതൃക ഭാരതത്തിന്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ആദ്യം ധർമ്മയുദ്ധം, ധർമ്മനിഷേധങ്ങളുടേതോ എന്നുള്ള ഒരു ടോപ്പിക്കിനെ ആസ്പദമാക്കിയിട്ട് ഒരു ഡിബേറ്റ് റൗണ്ട് കണ്ടു. അതിനുശേഷം രണ്ടാമത്തെ റൗണ്ടിൽ നമ്മൾ ശ്രീകൃഷ്ണന്റെ 3 ഭാവങ്ങൾ കണ്ടു. ശ്രേഷ്ഠ ഭാരതം പൈതൃക ഭാരതത്തിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. ആചാര്യസഭയ്ക്ക് നന്ദി, പ്രേക്ഷകർക്ക് നന്ദി, ശുഭദിനം.